കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കളങ്കമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയായ ശ്രീ കെ മാണി ബജറ്റ് അവതരണ വേളയിൽ അതിനനുവദിക്കാതെ നമ്മുടെ ഇപ്പോഴത്തെ ഭരണപക്ഷ MLA-മാരായവർ പലരും നിയമസഭയ്ക്കുള്ളിൽ കാണിച്ച കയ്യാങ്കളി, കസേര എടുത്തൊടിക്കുക, മേശ തള്ളി തകർക്കുക എന്ന് തുടങ്ങി ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത രീതിയിലുള്ള അക്രമം നടത്തിയിരുന്നു. ഇതിലിപ്പോൾ ഇടതുപക്ഷത്തിനൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അവർക്കെതിരെ പരാതി വരുമ്പോൾ, അവർക്കെതിരെ കേസ് വരുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഈ നമ്മുടെ ഒരു സ്കൂളിൽ ഞാൻ മാത്രമല്ല അവനും പോയി അവിടെ എന്ന് പറയുന്ന രീതിയിൽ UDF MLA-മാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പെണ്ണുങ്ങളെ അവർ ഏറിപ്പിടിച്ചു എന്ന രീതിയിൽ, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ ചില UDF MLA-മാർക്കെതിരെയും പരാതി നൽകിയിരുന്നു. അതെല്ലാം ഇപ്പോൾ നിഷ്പ്രഭമായിരിക്കുകയാണ്. അത് അങ്ങനെ അവർ ദുരുദ്ദേശത്തോടെയൊന്നും അല്ല, അത് ബജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ചെറിയൊരു ഉന്തുന്തള്ളുമായിരുന്നു എന്ന നിലയിലേക്ക് കോടതി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഇടതുപക്ഷം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്താണ് തന്നെ അതിന് പറയാനുള്ളത്? 2015 മെയ് 13 ഈ കയ്യാങ്കളി സംഭവം ഉണ്ടാവുന്നത്. അതിന് നമ്മളെല്ലാം, ഈ മലയാളികളെല്ലാം സാക്ഷികളായത്. അതെ, സാക്ഷികളത്. തുണി ഉനഞ്ഞും മറ്റേ നമ്മുടെ സ്പീക്കർ ഇരിക്കുന്ന ഡൈസി കയറി കസേര അടിച്ചു പൊട്ടിച്ചും ഒക്കെ സ്ത്രീകളെ കടന്നു പിടിക്കുന്നത്, എൻ്റെ അമ്മ, അതൊക്കെ ഒരു സിനിമ കഥ പോലെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ട ഒരു നല്ലൊരു സിനിമയായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, അടിയും പിടിയും റൊമാൻസ് എല്ലാം ഉള്ള ഒരു ഒരു സീൻ. അതിൽ അലക്കിയ ഒരു സംഭവമായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. കാരണം നമ്മളെ നികുതി പണത്തിന്റെ കുറെ മുതൽ അടിച്ചു പൊടിച്ചിട്ട് നമ്മളെ പണം ഇല്ലാതാക്കിയിട്ട് ഒരു കൂസലും ഇല്ലാതെ വീണ്ടും കോടികൾ കൊടുത്ത് കോടതിയിൽ പോയി അതിനെതിരെ വാദിക്കും. ഇവന്മാർ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് രണ്ടു പവന്മാരും കൂടെ LDF UDF-ഉം കൂടെ കയ്യാങ്കളി മൊത്തവും നടത്തിയിട്ട് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് വീണ്ടും കേസ് നടത്തുന്നത് നമ്മൾ വിഡ്ഢികളാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും അലമ്പുണ്ടാക്കിയിട്ട് അതിലും പ്രധാനി ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ വകുപ്പ്. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ അദ്ദേഹത്തെ അത് പറയാൻ നല്ലത്. പുള്ളിയെ കുറിച്ച് കുറ്റം പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം, പുള്ളി വളരെ നല്ലൊരു നേതാവാണ്. എനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, നമ്മളൊരു ആവശ്യവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെന്നോ അതൊന്നും ചോദിക്കില്ല. പരാതി ന്യായമാണ് എന്ന് തോന്നിയാൽ അദ്ദേഹം ആ നിമിഷം ഉത്തരവാദപ്പെട്ട ഓഫീസറെ വിളിച്ചിട്ട് ആ നിമിഷം പരാതി കാണാൻ പറയും. എൻ്റെ സ്വന്തം അനുഭവമാണ്. പരാതി പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അതിന് പരിഹാരം. അങ്ങനെ ഒരു നല്ലൊരു നേതാവാണ്. പെൺകുട്ടി മന്ത്രിയെ കുറിച്ച് എല്ലാവരും അദ്ദേഹത്തിന്റെ നാക്കുപിഴയൊക്കെ ചില പ്രശ്നങ്ങൾ വിവരമില്ലായ്മയല്ല, അദ്ദേഹത്തിന് ആ സമയത്ത് ചിലപ്പോൾ വരാത്ത ചില കാര്യങ്ങളൊക്കെ ട്രോളായൊക്കെ വന്ന് എങ്കിൽ പോലും അദ്ദേഹത്തെ കുറിച്ച് അത്തരം നല്ല കാര്യങ്ങൾ പല സ്ഥലത്തും ഞാനും കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോ തങ്ങളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് UDF-ലെ 3 MLA-മാരുടെ പേരിലെടുത്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കി എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെ ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ പ്രതിസന്ധിയിൽ വെട്ടിലുമാകുന്നത് LDF ആണ്. ഇപ്പോൾ ഹൈക്കോടതി ഇവർക്കെതിരെ കേസെടുക്കും, ഗോവിന്ദൻ സഹാബിന് വന്നിരുന്ന വാർത്താ സമ്മേളനം നടത്താമെന്നൊക്കെയായിരുന്നു വിചാരിച്ചു വെച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല, അസ്ഥാനത്തായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അതും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസാണെന്ന് കൂടെ ആലോചിക്കും. മാത്രമല്ല ഇനിയും ഉണ്ട്. ഇടത് MLA-മാർ ഈ സാഹചര്യത്തിൽ ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. വീണ്ടും നമ്മളെ പണം ഉപയോഗിച്ച് വീണ്ടും അപ്പീലിന് പോകുമെന്നാണ് കോടതി പറയുന്നുണ്ട്. അത് കയറി പിടിച്ചത് ആ സാഹചര്യത്തിലല്ല, അത് ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ പ്രശ്നത്തിന്റെ ആ സമയത്ത് അത് കയറി പിടിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇനി ഈ വീണ്ടും കേസിലേക്ക് അപ്പീൽ നൽകാൻ കുറെ പണവും കുറെ കോടികളും കുറെ അഴിമതി അതിൽ നടക്കുമെന്നുള്ളത് ഒരു വശത്ത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു കോൺഗ്രസ് മുൻ MLA-മാർക്കെതിരായ കേസ്. K. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ് എന്നിവർക്കെതിരെയാണ് കേസുകൾ. ഈ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ കേസുകൾ റദ്ദാക്കിയത്. ജമീല പ്രകാശ്, KK ലതിക എന്നിവരുടെ പരാതിയിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതികളാക്കി കേസിന് പുതിയ മാനം നൽകാനുള്ള നീക്കമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവോടെ പൊളിയുന്നത്. എന്തായാലും ആ സമയത്ത് അഴിമതി ആരോപണം നേരിട്ട ധനകാര്യമന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയുന്നതിനായാണ് ഇടത് MLA-മാർ നിയമസഭയിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഭരണകക്ഷി MLA-മാർ തങ്ങളെ തടയുകയും സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പ്രവർത്തിക്കുകയും ചെയ്തെന്നായിരുന്നു പരാതി.
സത്യത്തിൽ അവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു. ഇല്ല, അതാണല്ലോ ഇങ്ങനൊരു തീരുമാനം. ദൃശ്യങ്ങൾ വരെ തെളിവായിട്ടുണ്ടായിരുന്നു, ലൈവായിട്ട് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ്. അപ്പൊ ആ ദൃശ്യങ്ങൾ തെളിവുമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത് സ്ത്രീത്വത്തെ മനഃപൂർവ്വം സ്ത്രീത്വത്തെ അപമാനിക്കലല്ല, അത് ആ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായുള്ള സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ മന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ആ MLA-മാരുടെ കടമയാണ്. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം അവർ ഒരുക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഇതുമായി കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആരെങ്കിലും പോയി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ശിക്ഷിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ത്രീകളുടെ പരാതി, സ്ത്രീത്വത്തെ എല്ലാവരും പറയുന്നത് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ ഉടനെ എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പൂട്ടിക്കളയാം എന്നൊരു ചിന്ത നമ്മുടെ നാട്ടില് വ്യാപകമായുണ്ട്. തമാശക്കെങ്കിലും പലരും പറയും എന്റെ അടുത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു വേണം എന്നോട് കളിക്കാൻ, ഞാൻ സ്ത്രീത്വത്തെ അപമാനിച്ചു പരാതി കൊടുക്കുന്നു തമാശയായിട്ടെങ്കിലും പല സ്ത്രീകളും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ആ ഒരു ലക്ഷ്യമായി വരുന്നവർക്ക് ഇത് ഒരു താക്കീത് കൂടിയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് അത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയത്. അല്ലാതെ സ്ത്രീത്വത്തെ അപമാനിക്കലല്ല അവിടെ നടന്നത്. അവരുടെ ഒരു ഇപ്പോൾ ധനമന്ത്രിക്ക് ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആ MLA-മാരുടെ കടമയാണ്. അവരുടെ കടമയെന്നല്ല, ഒരു ധനമന്ത്രിക്ക് ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് തടയാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ല. തടയുക എന്ന് പറയുന്നത് അന്ന് എന്തെല്ലാം വാക്കൗട്ട് നടത്താം, അല്ലെങ്കിൽ പ്രതിഷേധം നടത്താം. ഇതൊന്നും ചെയ്യാതെ ധനകാര്യമന്ത്രി അന്ന് മാണിയൊക്കെ KM മാണിയെ UDF സംരക്ഷിച്ച് നിർത്തിയതൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരുപക്ഷെ ചില സമരങ്ങൾ വെറും തറക്കളികളായിരുന്നു അതിൻ്റെ അകത്ത്. ആ വാക്ക് തന്നെ നമ്മളൊക്കെ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഇത്രയും തറകളായിരുന്നോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുത്തില്ലേ? വീണ്ടും തെരഞ്ഞെടുത്ത്, കിറ്റ് കൊടുത്ത് തെരഞ്ഞെടുത്ത്. ഇനിയും ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ഥിരം ഒരു സർക്കാർ 2 തവണ അധികാരത്തിൽ വരുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ. ഇനിയും വന്നുകൂടായ്മയില്ല. കാലങ്ങളായി ഈ ഓൾട്ടർനേറ്റ് ആയിട്ടായിരുന്നു വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 5 വർഷം ഭരിക്കുമ്പോൾ അവരുടെ കമ്മിറ്റ്മെന്റിൽ എന്തായാലും അടുത്ത വർഷം അടുത്ത ആൾ തന്നെ കയറും എന്നുള്ളൊരു രീതിയായിരുന്നു. ഇപ്പൊ ഈ 2 പ്രാവശ്യം LDF എന്നെ തുടർന്ന് വരുമ്പോ അവരുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടുകയാണ്. എന്റെ അഭിപ്രായത്തിൽ അടുത്ത തവണ LDF തന്നെ വരണം. സാധാരണഗതിയിൽ ഖജനാവ് കാലിയാക്കി പോകുന്നു, അടുത്തയാൾ വന്നിട്ട് പറയും നേരത്തെ ഉള്ളൊരു കാലിയാക്കി പോയി. ഇത് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ പറയാൻ പറ്റില്ല നേരത്തെ ഉള്ളവർ കാലിയാക്കി പോയി എന്ന്. അപ്പൊ അടുത്ത തവണയും LDF തന്നെ വരണം. തീർച്ചയായിട്ടും LDF തന്നെ അടുത്ത തവണയും വന്നാലേ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്ത് ഭരിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിൽ കേരളം ഭരിക്കാൻ തക്ക രീതിയിലുള്ള കഴിവുള്ള ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. VD സതീശനും അവർക്കൊക്കെ ഗ്രൂപ്പിസം മാത്രമാണ്. KC വേണുഗോപാലൊക്കെ മന്ത്രിക്കുപ്പായൊക്കെ തച്ച് എവിടെയോ ഇരിപ്പുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയൊക്കെ സോപ്പിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറണം. അതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കാനൊക്കെ നിന്നത്. VD സതീശൻ മറു സൈഡിൽ എങ്ങനെയും അടുത്ത മുഖ്യമന്ത്രി ആകണം. സുധാകരനാണെങ്കിൽ VD സതീശൻ സുധാകരൻ കണ്ണി കണ്ട അപ്പം തുടങ്ങും, മൈക്ക് തിരിക്കണമെന്ന് പോലും നോക്കൂല, തമ്മിലടിയാണ് അവിടെ. എന്നിട്ട് പറയും ഞങ്ങൾ ചേട്ടാനിയന്മാരെ പോലെയാണ്, ചേട്ടൻ അനിയനെ വഴക്ക് പറയില്ല, അനിയൻ ചേട്ടനെ വഴക്ക് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിലും മാധ്യമങ്ങളുടെ കണ്ണിലും പൊടികിടലാണ് അവരുടെ ജോലി. എന്തായാലും കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഈ ഇടയായിട്ട് അത്ര നല്ല സമയമല്ല. കണ്ടക ശനി കൊണ്ടേ പോകുമെന്ന് പറയുന്നത് പോലെ കണ്ടക ശരിയാണ്. വഴി കൂടെ പോയി MR കുമാർ തുടങ്ങിയതല്ല തന്നെ 8 വർഷമായി കണ്ടകശനി. കൂടെയുള്ള കാലാവധി എന്നറിയാമോ കണ്ടകശനിയുടെ? 12 വർഷമാണോ? 12 വർഷമാണ്, എനിക്കറിയൂടാ. ഇനിയും ഉണ്ടാവും സമയം. വെറുതെ പോയി അൻവറിനെ വിളിച്ചു വരുത്തി 5 പറഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞതുപോലെയാണ്. വേലി കിടന്ന പാമ്പിനെടുത്ത് ബെൽറ്റ് കിട്ടിയെന്ന് പറയുന്നത് പോലെയാണ്. അതാ അൻവറിന്റെ ഭാഗത്ത് ഒതുങ്ങി പോയതായിരുന്നു. മറുനാടൻ മലയാളിയൊക്കെ തെറി വിളിച്ച് മര്യാദയ്ക്ക് ഒരു വഴിക്കൂടെ പൊക്കോണ്ടിരുന്നതായിരുന്നു. അപ്പോഴാണ് വെറുതെ പോയ അൻവറിനെ എന്തുണ്ട് അൻവറെ വിശേഷം, അല്ല വെറുതെ പോയ അൻവറിനോട് എന്തുണ്ട് അൻവറെ വിശേഷം, എന്നാ പിന്നെ ഇനി നിങ്ങൾക്ക് ഇട്ടാവാ എന്ന് കരുതി പോയ അൻവറിനെ വിളിച്ച് പണിയും മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. അത് അൻവർ സ്റ്റാറായി. ഇപ്പൊ പിണറായി സീറോയുമായി, അൻവർ ഹീറോയുമായി, പിണറായി സീറോയുമായി. എന്തായാലും ഇപ്പോ ഇനി ഇതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി എത്ര നാളിങ്ങനെ ഭവനത്തിലിരിക്കും? തന്നെ എന്താ പറഞ്ഞ ഇതിന് മറുപടി പറയാം. ആരിൽ നിന്ന്? മുഖ്യമന്ത്രി മറുപടി കാത്തിരുന്നു. പ്രതീക്ഷയില്ല. മുഖ്യമന്ത്രി വാ തുറക്കില്ല, അത് ഉറപ്പാണ്. മുഖ്യമന്ത്രി വാ തുറക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രി പുറത്തിറങ്ങി എന്തെങ്കിലും സംസാരിക്കുമെന്നോ എന്തെങ്കിലും മറുപടി പറയുന്നത്. എന്തായാലും ഇപ്പോ തിരിച്ചടികളുടെ കാലമാണ് ഇടതുപക്ഷത്തിന്. ആ തിരിച്ചടികൾ ഇപ്പോൾ അവർക്ക് തന്നെ വിനയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു കയ്യാങ്കളിയുടെ വിഷയത്തിലും UDF പൂട്ടാമെന്ന് കരുതി, പക്ഷെ സ്വയം കുഴി തോണ്ടി അവർ തന്നെ ആ കുഴിയിൽ വീണു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇനി പുതിയ അപ്പീലുമായി പോകുമ്പോൾ എന്തായിരിക്കും കോടതി വിധി, കാത്തിരുന്ന് കാണാം.